ഇന്ന് നമുക്കൊരു കഥ കേട്ടാലോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും പല വിധത്തിലുള്ള രോഗങ്ങൾ, മരണം, അപകടങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയെല്ലാം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിന് കാരണം എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനു മുമ്പ് ഭഗവാൻ പറയുന്നത് നോക്കാം. അല്ലയോ അർജുന, ആത്മസന്തുഷ്ടി സ്വഭാവസിദ്ധമായി കഴിഞ്ഞാൽ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം തുടങ്ങിയ എല്ലാ ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കും. എന്തെന്നാൽ പ്രസന്നമായ ചിത്തത്തോടു കൂടിയവന് വേഗത്തിൽ സത്യബുദ്ധി ചുറ്റും തിങ്ങി നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ 3 വിധത്തിലുള്ള ദുഃഖങ്ങളാണ് ഉണ്ടാവുന്നത്. മുകളിൽ പറഞ്ഞ ദുഃഖങ്ങൾ ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇതാണ് ഭഗവാൻ പറഞ്ഞ ആ 3 ദുഃഖങ്ങൾ. അതായത് ആധ്യാത്മിക ദുഃഖം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുന്ന രോഗങ്ങളാണ് ആധ്യാത്മിക ദുഃഖം. രണ്ടാമത്തെ ദുഃഖം ആധിഭൗതികം. ഇത് മറ്റു ജന്തുക്കളിൽ നിന്നും, അതുപോലെ അഗ്നി, കാറ്റ്, വെള്ളം, ഭൂമി ഇവയിൽ നിന്നുണ്ടാവുന്ന ദുഃഖങ്ങളാണ് ആധിഭൗതികം. ഇവ നമ്മൾ നിത്യവും കേൾക്കുന്ന സംഭവങ്ങളാണ്. തീപൊള്ളലേറ്റ് മരിച്ചു, വെള്ളത്തിൽ വീണ് മരിച്ചു, കൊടുങ്കാറ്റടിച്ച്, ഉരുൾപൊട്ടൽ അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ ദുഃഖം അവിചാരിതമായി വന്നു ചേരുന്ന ദുഃഖങ്ങളാണ് ആധിദൈവിക ദുഃഖം. ആത്മബോധമുണ്ടായ ചേതസ് പ്രസന്നമാകുന്ന ഒരാൾക്ക് ഈ വിധ ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് പരിതസ്ഥിതിയിലും വിട്ടുമാറാത്ത സന്തോഷം നിറഞ്ഞ മനസ്സ് നമുക്കുണ്ടാവണം. അന്യർക്ക് സുഖം വരുമ്പോൾ അവരോട് അസൂയ തോന്നാതെ അവരോട് സ്നേഹത്തോടെ പെരുമാറുക. അവർക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ സന്തോഷിക്കാതെ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരോട് കാരുണ്യം കാണിക്കുക. അന്യരുടെ പുണ്യകർമ്മങ്ങളിൽ അവരോടൊപ്പം സന്തോഷിക്കുകയും പാപകർമ്മങ്ങളിൽ വിമർശിക്കാതെ ഉദാസീനത പുലർത്തുകയും ചെയ്യുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ കോപത്തോടെ സംസാരിക്കാണ്ട് മിതമായി സംസാരിക്കുക. തന്നെക്കാൾ മുതിർന്നവർ വരുമ്പോൾ എണീറ്റ് നിന്ന് അവരെ ബഹുമാനിക്കുക. മറ്റു മതങ്ങളെയോ മറ്റു ജാതികളെയോ നിന്ദിക്കാതെയും എല്ലാ മനുഷ്യരിലും തൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് കരുതി പെരുമാറുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മറ്റെന്തൊരു ജോലി ചെയ്യുമ്പോഴും സദാസമയം ഈശ്വരനാമം ജപിക്കുക. എല്ലാ ജീവജാലങ്ങളെയും പോലെ തന്നെ